വ്യൂവേഴ്സ് എല്ലാവർക്കും മോം ഓർഗാനിക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പാത്രം കഴുകാൻ പോയപ്പോൾ നമ്മുടെ ഡിഷ് വാഷ് തീർന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് 25 ലിറ്റർ ഡിഷ് വാഷ് ഉണ്ടാക്കണം. 25 ലിറ്ററും നമ്മുടെ വീട്ടിലേക്ക് ഉള്ളതല്ല കേട്ടോ, കുറച്ച് നമുക്ക് ഷോപ്പിലേക്ക് കൊണ്ടുവയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് വീട്ടിലേക്ക് യൂസ് ചെയ്യാനും വേണം. അപ്പോൾ ഇന്ന് അതൊരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമ്മൾ മുന്നേ വീഡിയോസൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ അതിനൊന്നും ലൈക്ക് വളരെ കുറവാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ ലൈക്ക് ബട്ടണിലൊന്നും നിങ്ങൾ അടിച്ച് പൊട്ടി ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതേ ഡിഷ് വാഷ് മേക്ക് ചെയ്യാനുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഞാൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മുടെ 25 ലിറ്ററിലേക്കുള്ള ഐറ്റംസ് ആണ് കേട്ടോ. ഈ 2 ലിക്വിഡും വരുന്നുണ്ട്. ഇത് മൊത്തം അതിൽ ആഡ് ചെയ്യാനുള്ളതാണ് കേട്ടോ. 25 ലിറ്റർ കിറ്റിലേക്ക് ആഡ് ചെയ്യാനുള്ളതാണ്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 1-ാം നമ്പർ മിക്സ് ചെയ്ത് വെക്കുകയാണ് കേട്ടോ വേണ്ടത്. അപ്പൊ ഇതെല്ലാം നമുക്ക് 25 ലിറ്ററിലേക്കുള്ളതാണ് കേട്ടോ. അപ്പൊ ആദ്യം തന്നെ നമുക്ക് 1-ാം നമ്പർ പൊട്ടിച്ച് മിക്സ് ചെയ്ത് വെക്കാം കേട്ടോ. നമുക്കിതിൽ 9 ഐറ്റംസ് ആണ് കേട്ടോ വരുന്നത്. ഇതിന്റെ 10 ലിറ്ററിന്റെ കിറ്റും ഉണ്ട്, അതുപോലെ തന്നെ 5 ലിറ്ററിന്റെ കിറ്റും ഉണ്ട്, 25 ലിറ്ററിന്റെ കിറ്റും അവൈലബിൾ ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ 2 ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് 1-ാം നമ്പർ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. അപ്പൊ 1-ാം നമ്പർ നല്ല രീതിയിൽ നമുക്ക് ഇതിൽ അലിഞ്ഞ് കിട്ടണം, അതുകൊണ്ടാണ് നമ്മൾ ആദ്യം തന്നെ മിക്സ് ചെയ്ത് വെക്കുന്നത് കേട്ടോ. പിന്നെ ചിലർക്ക് ഇങ്ങനെ ലിക്വിഡ് ഇതൊക്കെ യൂസ് ചെയ്യുമ്പോൾ കയ്യിലൊക്കെ അലർജി ഉള്ള ആൾക്കാരുണ്ടാവില്ലേ, അവർക്കൊക്കെ ഈ ലിക്വിഡ് യൂസ് ചെയ്യണത് നല്ലതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങൾ, പൊട്ടല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ലിക്വിഡിന് വരില്ല കേട്ടോ. ഇത് നമ്മുടെ പ്രീമിയം ലിക്വിഡാണ്. നമ്മുടെ തന്നെ നോർമൽ ലിക്വിഡും ഉണ്ട്, പ്രീമിയം ലിക്വിഡും ഉണ്ട് കേട്ടോ. നോർമലിൽ നമുക്ക് ഇത്ര ഐറ്റംസും വരില്ല, പ്രീമിയത്തിലാണ് ഇത്ര ഐറ്റംസ് വരുന്നത് കേട്ടോ. അപ്പൊ നമുക്കിത് നല്ലോണം ഇളക്കി കൊടുക്കണം കേട്ടോ, എന്നാലാണ് ഇതില് നല്ലോണം മിക്സ് ആയി കിട്ടുള്ളൂ. എന്നിട്ട് നമുക്കിത് ഇങ്ങോട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇപ്പോ ആവശ്യമില്ല കേട്ടോ. ഇനി നമുക്ക് 2-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. 2-ാം നമ്പർ നമ്മൾ 1 ലിറ്റർ വെള്ളത്തിലേക്കാണ് ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് 2-ാം നമ്പർ വരുന്നത് കേട്ടോ. ഇത് ദേ കണ്ടല്ലേ, ഒരു ഉപ്പുകല്ല് പോലെയാണ് ഇതിന്റെ ഒരു പരുവം, ഫൈൻ പൗഡർ അല്ല കേട്ടോ. ഇതാണ് നമ്മുടെ 2-ാം നമ്പർ വരുന്നത്. ദേ കണ്ടില്ലേ. ഇനി നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലൗസും മാസ്കും നിർബന്ധമായിട്ട് ഇട്ടതിന് ശേഷം വേണം കേട്ടോ ചെയ്യാനായിട്ട്. അപ്പൊ ഇനി നമുക്ക് 2-ാം നമ്പർ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ നമുക്ക് 1 ലിറ്റർ വെള്ളത്തിലേക്ക് 2-ാം നമ്പർ ആഡ് ചെയ്ത് വെക്കാം കേട്ടോ. നല്ല രീതിയിൽ നമ്മള് മിക്സ് ചെയ്യണം. ഇത് കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള ആളാണ് കേട്ടോ. ഇത് മിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് നീങ്ങിക്കണം കേട്ടോ. അപ്പൊ 1-ാം നമ്പറും 2-ാം നമ്പറും മിക്സ് ചെയ്ത് നമുക്ക് മാറ്റി വെക്കാനുള്ളതാണ് കേട്ടോ. അപ്പൊ ഈ 2-ാം നമ്പർ കുറച്ച് ഭീകരനാണ്, ഇവന് നമുക്ക് അവിടെ നീക്കി വെക്കാം കേട്ടോ. ഇനി നമ്മൾ ബാക്കിയുള്ള പരിപാടികളാണ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് 15 ലിറ്റർ വെള്ളം എടുക്കണം കേട്ടോ. ഇതുപോലെ വലിയൊരു പാത്രത്തില് 15 ലിറ്റർ വെള്ളം എടുക്കണം. അതിലേക്ക് ഇനി നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് 3-ാം നമ്പർ ആണ് കേട്ടോ. നിങ്ങൾക്ക് കിട്ടുമ്പോൾ അത് ബോട്ടിലാവും ഉണ്ടാവുക. നമ്മളിപ്പോ ഇവിടെ ജഗ്ഗിൽ എടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇത് 3-ാം നമ്പർ ആണ് കേട്ടോ. ഇത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ബോട്ടിലായിരിക്കും ഈ 3-ാം നമ്പർ വരുന്നത് കേട്ടോ. നല്ല രീതിയിൽ നമുക്ക് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അത് അപ്പൊ നമ്മൾ 3-ാം നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ 4-ാം നമ്പർ ആണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 4-ാം നമ്പർ വൈറ്റ് കളറിലുള്ള ലിക്വിഡ് ആണ്. നിങ്ങൾക്ക് ചെറിയ ജഗ്ഗിലോ അല്ലെങ്കിൽ ബോട്ടിലോ ആയിരിക്കും കിട്ടുക കേട്ടോ 4-ാം നമ്പർ. അപ്പൊ നമുക്ക് ഈ ലിക്വിഡ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. കുറച്ചായിട്ട് ആഡ് ചെയ്തോളൂ കേട്ടോ. നമ്മള് 4-ാം നമ്പർ ആഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള 2-ാം നമ്പർ ആണ് കേട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം കുറച്ച് ഡേഞ്ചർ ആയിട്ടുള്ള കുട്ടനെ ഇവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, അവന് നമുക്ക് 4-ാം നമ്പർ കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പയ്യെ ആഡ് ചെയ്ത് കൊടുത്ത് മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടോ. മിക്സിങ് നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണേ. ഇനി നമുക്ക് ഇതിലേക്ക് 5-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ.
5-ാം നമ്പർ ആഡ് ചെയ്തു. നെക്സ്റ്റ് 6-ാം നമ്പർ ആഡ് ചെയ്ത് കൊടുക്കണം. നെക്സ്റ്റ് ഇതേ ഈ ലിക്വിഡ് വൈറ്റ് കളറിലുള്ള ലിക്വിഡ് 6-ാം നമ്പറാണ്. ആ നമ്പറൂടെ നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. മിക്സ് ചെയ്യാം നല്ല രീതിയിൽ തന്നെ. ഇത് കുറച്ച് തിക്കായിട്ടുള്ള ലിക്വിഡാണ് കേട്ടോ. അത് കാരണം കൊണ്ട് ഇങ്ങനെ നമ്മൾ കുറച്ച് നേരം പിടിച്ചിക്കണം. ഇനി നമ്മൾ 7-ാം നമ്പറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതും ഒരു ലിക്വിഡ് തന്നെയാണ് കേട്ടോ. വൈറ്റ് കളറിലുള്ള ലിക്വിഡാണ്. ഏഴ് ആഡ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്മെല്ലാണ് കേട്ടോ. സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് സ്മെല്ല് 8-ാം നമ്പറാണ് കേട്ടോ. 8-ാം നമ്പർ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് കളർ ആഡ് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതേ നമ്മൾ കളറൂടെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള 1-ാം നമ്പർ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പയ്യെ പയ്യെ ഒഴിച്ച് മിക്സ് ചെയ്ത് എടുക്കുക. അതേ നമ്മുടെ ലിക്വിഡ് നല്ല തിക്കായിട്ട് വരുന്നുണ്ട് കേട്ടോ. നമ്മള് മൊത്തമായിട്ട് ആഡ് ചെയ്ത് കൊടുത്തു. പക്ഷെ നല്ല തിക്കാണ് കേട്ടോ. നമുക്ക് മിക്സ് ചെയ്യാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ്. നല്ലോണം നമ്മുടെ ലിക്വിഡ് നല്ല തിക്കായിട്ടുണ്ട്. ഇതേ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയായിരിക്കും കേട്ടോ നമ്മുടെ ലിക്വിഡിന്റെ തിക്ക്. ഈ സൈഡിലൊക്കെ നോക്കിയേ നല്ല തിക്ക് ലിക്വിഡാണ് കേട്ടോ. അപ്പൊ ഇനി ഇതിലെ ബബിൾസ് ഒക്കെ മാറുമ്പോണ്ടല്ലോ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഇത് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. നോക്കി അടിപൊളിയായിട്ടുണ്ട്. നല്ല സൂപ്പർ ലിക്വിഡാണ് കേട്ടോ. അപ്പൊ ഇതില് നമുക്ക് വീട്ടിലേക്കുള്ളതും എടുത്തു വെക്കണം. പിന്നെ ഇത് നമ്മുടെ ഷോപ്പിലേക്കും കൊണ്ടുപോകണം കേട്ടോ. അപ്പോ അടിപൊളി ലിക്വിഡ് നമുക്ക് ഇനി റെസ്റ്റ് ചെയ്യാൻ വെച്ച് കുറച്ച് നേരം കഴിഞ്ഞ് നല്ല ട്രാൻസ്പെറന്റ് ആയിട്ട് കിട്ടുമ്പോൾ നമുക്കിനി ബോട്ടിൽസിലേക്ക് മാറ്റാം കേട്ടോ. അപ്പം നമ്മുടെ ലിക്വിഡിലെ ബബിൾസ് ഒക്കെ മാറി നല്ല ട്രാൻസ്പെറൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് ബോട്ടിൽസിലേക്ക് മാറ്റണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഹൈപ്പ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേർക്ക് അറിയാത്തവരുണ്ട്. അപ്പോൾ കുറേ പേര് ചെയ്യുന്നുണ്ട്. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിത് ബോട്ടിൽസിലേക്കൊക്കെ ആക്കണം. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്കിനിയും കാണാം. ബൈ.